ഹലോ, ഇന്നത്തെ നമ്മുടെ റെസിപ്പി നെയ്പ്പത്തലാണ്. അതിനായി 2 കപ്പ് പുഴുക്കലരിയാണ് നമ്മൾ എടുക്കുന്നത്. അത് കഴുകി വൃത്തിയാക്കി വെള്ളത്തിൽ കുതിർക്കാൻ വെക്കുക. ഒരു 6 മണിക്കൂറെങ്കിലും നമുക്കിത് കുതിർത്ത് വെക്കണം. 6 മണിക്കൂറിന് ശേഷം കുതിർന്ന അരി നല്ലപോലെ ഊറ്റിയെടുക്കുക. ഈ കാണുന്നത് പോലെ അമർത്തുമ്പോൾ അരി രണ്ടായി ഒടിയുന്ന പരുവത്തിന് വേണം കുതിർന്ന് കിട്ടാൻ. ഇതിന് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കണം. അരിയുടെ ഒപ്പം നമുക്ക് 1-2 ഐറ്റംസ് കൂടെ അരയ്ക്കാനുണ്ട്. അരമുറി തേങ്ങ തിരിങ്ങിയത്, 2 ചെറിയ ഉള്ളി, 2 ടീസ്പൂൺ പെരിഞ്ജീരകം. ഇനി ഇതിലേക്ക് അരച്ചെടുക്കാൻ ആവശ്യത്തിന് വേണ്ടിയുള്ള വെള്ളവും ചേർത്ത് കൊടുക്കുക. അരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തരിയോടുകൂടി വേണം ഇത് അരച്ചെടുക്കാൻ. അത്യാവശ്യത്തിന് നല്ല രീതിയിൽ തരി ഉണ്ടായിരിക്കണം. അരച്ചെടുത്ത ബാറ്റർ നമുക്കിനി ഒരു പാത്രത്തിലോട്ട് മാറ്റി ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട അരിപ്പൊടി, മൈദ, ഉപ്പ് ഇത് ചേർത്ത് കൊടുക്കുക. 1/2 കപ്പ് അരിപ്പൊടിക്ക് 1/4 കപ്പ് മൈദ എന്നുള്ള ഒരളവിൽ വേണം നമുക്കിത് ചേർത്ത് കൊടുക്കാൻ. മൈദ ചേർത്ത് കൊടുക്കുന്നത് നെയ്പ്പത്തൽ അത്യാവശ്യം സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നതിന് വേണ്ടിയാണ്. കുഴച്ചെടുത്ത മാവ് നമുക്ക് ചപ്പാത്തി മാവിനേക്കാളും ലൂസായിട്ട് വേണം ഇരിക്കാൻ. എങ്കിലേ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് നെയ്പ്പത്തൽ പരത്തിയെടുക്കാൻ പറ്റുള്ളൂ. ഇനി നെയ്പ്പത്തൽ പൊരിച്ചെടുക്കാൻ വേണ്ടിയുള്ള ഓയിൽ ചൂടാക്കണം. ഓയിൽ ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് നെയ്പ്പത്തൽ പരത്തിയെടുക്കാം. ഞാൻ ഈ അലൂമിനിയം ഫോയിലാണ് പരത്തിയെടുക്കുന്നത്. അതാകുമ്പോൾ നമുക്ക് കയ്യിലോട്ട് മറിച്ചിട്ട് നെയ്പ്പത്തൽ എടുക്കാൻ പറ്റും. ഇതേപോലെ ചെറിയ ഉരുളകളാക്കി ഇത് ഫോയിലർ പേപ്പറിൽ വെച്ച് കൈകൊണ്ട് ചെറിയ രീതിയിൽ പരത്തി കൊടുക്കുക. ഒരു 2 ചപ്പാത്തിയുടെ കനത്തിൽ വേണം നെയ്പ്പത്തൽ പരത്തിയെടുക്കാൻ. ഒരുപാട് തിന്നായി പോകരുത്. ഇപ്പോൾ ഓയിൽ ചൂടായിട്ടുണ്ട്. നെയ്പ്പത്തൽ പൊരിച്ചെടുക്കാം. ഒരു 10 സെക്കൻഡിനുള്ളിൽ നെയ്പ്പത്തൽ തനിയെ പൊങ്ങി വരും. അതിനുശേഷം ഒരു 10 സെക്കൻഡും കൂടെ നമ്മൾ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം തിരിച്ചിട്ട് കൊടുക്കുക. നെയ്പ്പത്തൽ ഓയിലിലേക്ക് ഇടുമ്പോഴും തിരിച്ചിടുമ്പോഴും ശ്രദ്ധിക്കുക, ഓയിൽ ദേഹത്തോട്ട് തെറിച്ച് വീഴാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ നെയ്പ്പത്തൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. നെയ്പ്പത്തലിൻ്റെ കൂടെ നമുക്ക് നോൺ വെജ് കറികൾ എന്ത് വേണമെങ്കിലും കൂട്ടി കഴിക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിൾ റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ബായ്.